ആ ഖുർആൻ ആ ചരിത്രത്തെ പറയുന്നത് അത് മറച്ചു വെച്ചാൽ ഇത് നമ്മുടെ നാശത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് നാശത്തിലേക്ക് പോയാൽ പാടില്ല എന്ന് പറയലാണ് ഒരു പ്രബോധകന്റെ ധർമ്മം. അതവിടെ മറച്ചു വെക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ വീടുകളുടെ ഏറ്റവും വലിയ അവസ്ഥ ഏതാ? നിങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു സമൂഹം നശിച്ചു പോയ കഥ പറയുന്നു. കാസർഗോഡുകാർ പ്രത്യേകിച്ച് ഓരോ നാട്ടിൽ ഓരോ ശൈലിയാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഖുർആൻ, അള്ളാഹു പഠിപ്പിച്ച ഖുർആൻ അത് പറഞ്ഞു കൊടുക്കണം, ഇല്ലാതെ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു സമൂഹം നശിച്ചു പോയൊരു കഥ പറയുന്നുണ്ട്. ആ സമൂഹം ചില്ലറക്കാരല്ല. അവരാരാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നബിയേ, അലം തറ കൈഫ, അങ്ങ് കാണുന്നില്ല നബിയേ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ടില്ല. എന്നാലും അല്ലാഹു ഗൗരവത്തോടെ അത് ലോകത്തോട് പറയാ, അലം തറ, അങ്ങ് കാണുന്നില്ല നബിയേ? കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് ഗോത്രത്തെ അല്ലാഹു എന്ന അങ്ങയുടെ തമ്പുരാൻ എങ്ങനെയാ കൈകാര്യം ചെയ്തതെന്ന് അല്ലാഹു പറയാണ്. സൂറത്തുൽ ഫജ്റിലാണ് മക്കളെ. അല്ലാഹു എങ്ങനെയാണ് ആദ് ഗോത്രത്തെ തകർത്തതെന്നറിയോ? അതിമാനുഷരായിരുന്ന അല്ലാഹു പറയണ സമൂഹത്തെ അല്ലാഹു തകർത്തത് എങ്ങനെയാ? സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വതമാനിയത അയ്യാം ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സറാ കഅന്നഹും അജാസു നഖലിൻ ഹാവിയാ. ആ സമൂഹത്തെ അല്ലാഹു 7 രാത്രിയും 8 പകലും തോരാതെ തിമിർത്തു പെയ്ത മഴവെള്ളത്തോ ആ സമൂഹത്തെ അല്ലാഹു തകർത്ത് ധരിപ്പണമായപ്പോ 7 രാത്രിയും 8 പകലും നിർബാധം അനുസ്യൂതമായി തുടർന്ന് പേമാരെ തിമിർത്തു പെയ്തപ്പോ ആ സമൂഹം മുഴുവന് തകർന്ന് ധരിപ്പണമാവൂ. അവര് മരുഭൂമിയിൽ മരിച്ചു കിടക്കുന്ന കഥ അല്ലാഹു പറയുന്നത് എങ്ങനെയെന്നറിയോ? നബിയേ, ഞാൻ തകർത്തെറിഞ്ഞ ആദ്യ സമൂഹം അല്ലാഹുവിന്റെ ശിക്ഷയേറ്റിട്ട് മരിച്ചു കിടക്കുന്നത് കണ്ടാൽ കഅന്നഹും അജാസു നഖലിൻ ഹാവിയാ, ഭീമാകാരമായ ഈത്തപ്പന മരങ്ങൾ അതിന്റെ കുറ്റിയോടുകൂടി പിഴുതു കിടക്കുമ്പോ വലിയൊരു കുറ്റിയുമായി ഈത്തപ്പന മരം പിഴുതു കിടക്കുന്നത് പോലെ ഭീമാകാരമായ വലിപ്പമുണ്ടായിരുന്ന ആദ് ഗോത്രക്കാരു 7 രാത്രിയിൽ പെയ്ത തിമിർത്ത മഴയും കൊടുങ്കാറ്റും ആഞ്ഞടിച്ചപ്പോ കുറ്റിയുള്ള ഈത്തപ്പന മരങ്ങൾ മറിഞ്ഞു കിടക്കുന്നത് പോലെ അവരെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി നബിയേ. എന്നെ കേൾക്കാനെത്തിയ കാസർഗോഡ് ഈ ബേക്കറി മക്കാമിലെത്തിയവരോട് ഒരു വിമർശന ബുദ്ധിയല്ല, സഹോദര ബുദ്ധിയാ. ഖുർആന്റെ ആയത്തിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാ. ആദ് ഗോത്രം ചെയ്ത ഏറ്റവും വലിയ തെറ്റേതെന്നറിയോ? അവര് വ്യഭിചരിച്ചെന്നല്ല, അവര് കള്ളു കുടിച്ചെന്നല്ല. ആദ് ഗോത്രത്തിനെ തകർക്കാനുള്ള കാരണം പറയുമ്പോ ആ സമൂഹത്തെ അല്ലാഹു വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. ആരാധനറിയുമോ? ഇറമ. അവർ ഇറമെന്ന് പറയുന്ന ഇന്നത്തെ ഒമാനിന്റെ ഭാഗത്ത് ജീവിച്ചിരുന്ന ഇപ്പോഴും അവര് തകർന്നു പോയ അവശിഷ്ടങ്ങള് ചരിത്ര ഗവേഷകര് തോണ്ടിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒമാനിന്റെ ഭാഗത്തുള്ള ഇറമ പ്രദേശത്ത് ജീവിച്ച ആദ് ഗോത്രത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. അവരാരാ? ദാത്തുൽ ഇമാദ്. അവര് തൂണുകളുടെ ആളുകളായിരുന്നു. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, സൂറത്തുൽ ഫജ്റിലെ ആയത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് നോക്കാം. അവരാരാ? ദാത്തുൽ ഇമാദ്. അവര് തൂണുകളുടെ ആളുകളായിരുന്നു. വലിയ വലിയ തൂണുകൾ ഉണ്ടാക്കിയിട്ട് വലിയ സ്വപ്ന വീടുകൾ ഉണ്ടാക്കിയ ആളുകളാവർ. ഇന്ന് നമ്മുടെയൊക്കെ വീടിനെത്ര തൂണുകളാ! ആവശ്യത്തിനുള്ള തൂണുകൾക്കപ്പുറം ആർഭാടത്തിന് വേണ്ടി അനാവശ്യമായ തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാ, ആദ് ഗോത്രത്തിന്റെ പ്രശ്നമേടെന്നറിയോ?
അവര് വലിയ തൂണുകളുടെ ആളുകളായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവരെ തകർക്കാനുള്ള കാരണമേതാ? അമ്പരചുംബികളായ വീടുകൾ വെക്കാൻ അനാവശ്യമായിട്ട് ആർഭാടത്തിന്റെ തൂണുകൾ അവരെ സ്ഥാപിച്ചു വെച്ചപ്പോ ഇന്ന് പലപ്പോഴും നമ്മൾ ആദുഗോത്രത്തെ പോലെ ചെയ്യാറില്ലേ? 50-60 തൂണുകളുള്ള വീടുകൾ ഉണ്ടാവാറില്ലേ? ഖുർആന്റെ മുന്നറിയിപ്പ് സൂക്ഷിക്കണേ. ആദ്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ആരാ ആദുഗോത്രമെന്നറിയോ? ഇറമ ഗ്രാമവാസികളായ അവർക്ക് ഈ ചരിത്രത്തിന് സമാന ലോകവുമായി ബന്ധമുണ്ട്. അല്ലാഹു അവർക്ക് ധാരാളം കുന്തിരിക്കം കൊടുത്തിരുന്നു. അവര് കുന്തിരിക്കം കച്ചവടം ചെയ്തവരാ. ഏറ്റവും വലിയ സുഗന്ധദ്രവ്യമായ കുന്തിരിക്കം അല്ലാഹു ആ നാട്ടിൽ ധാരാളം അല്ലാഹു വാരിക്കോരി കൊടുത്തപ്പോ അവര് കുന്തിരിക്കം കച്ചവടം ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല കുന്തിരിക്കമെന്ന അനുഗ്രഹം കൊടുക്കുമ്പോ അതോടൊപ്പം തന്നെ ആ നാട്ടിൽ അല്ലാഹു വലിയൊരു അരുവിയെയും ഒഴുക്കി കൊടുത്തു. ആദുഗോത്രക്കാർ എന്ത് ചെയ്തെന്നറിയോ? കോടിക്കണക്കിന് രൂപ ചെലവരുന്ന അന്നത്തെ ധാരാളം തൂണുകളുള്ള വീടുകൾ ഉണ്ടാക്കാൻ അവർ അത്യാഗ്രഹം മൂത്തപ്പോ വഴിയാത്രക്കാർക്ക് അല്ലാഹു കൊടുത്ത വെള്ളം പോലും അവര് വിലക്ക് വെച്ചിട്ട് അവരതുകൊണ്ട് പൈസ ഉണ്ടാക്കി. ചിന്തിക്കണേ മോനെ, കുന്തിരിക്ക കച്ചവടത്തുകൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് അത്യാഗ്രഹം കൊടുക്കാറ്. പച്ചവെള്ളം പോലും വഴിയാത്രക്കാർക്ക് അവര് വിലക്ക് വെച്ചിട്ട് അവരതുകൊണ്ട് തൂണുകളുള്ള വീടുകൾ ഉണ്ടാക്കിയപ്പോ അല്ലാഹു പറയാ, സഖറഹാലീം സബഅലയാലിം വതമാനിയത അയ്യാം. അല്ലാഹുവരെ തകർത്ത് കളഞ്ഞെങ്കോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൾഫിന്റെ മണരാരണ്യത്തിൽ പോയി കട്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അത് അനാവശ്യമായ തൂണുകൾക്ക് മാറ്റരുത്. അള്ളാന്റെ അനുഗ്രഹമായ വീട് സാമാന്യം വലിയൊരു വീടായിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. പക്ഷേ അള്ളാഹു നിങ്ങൾ കട്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തുകൾ അനാവശ്യമായി കളയരുത്. അതുകൊണ്ട് ധാരാളമായ തൂണുകൾ ഉണ്ടാക്കൂ. വീട് വെക്കുന്നതിലല്ല, ആ വീട്ടിൽ അള്ളാഹു പറഞ്ഞ ഏറ്റവും യഥാർത്ഥമായ തൂണുണ്ടാവണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു ഒരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞത് അവര് തൂണിന്റെ ആളുകളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആർക്കൊരു പിണക്കം തോന്നണ്ട. ചിലപ്പോ ഇതൊന്നും നമുക്കറിയില്ല. ഇനി നമ്മൾ വീട് വെക്കുമ്പോ സൺഷെയ്ഡിന് 2 തൂണ്, ഒരു വീടിന് ആവശ്യമുള്ള പില്ലറുകൾ തൂണുകൾ ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതിര് കടന്ന് തൂണുകൾ ആപത്താണ്. ഇന്ന് നമ്മുടെ പൈസ മുഴുവന് നഷ്ടപ്പെടുന്നത്. എനിക്കിത് കൊണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായാൽ ഭാര്യയും ഭർത്താവും കൂടെ ആലോചിക്കും, അവിടെ തൂണ് ഇവിടെ തൂണ്. അള്ളാഹു നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കണം പൈസ വെറുതെ ഭൂമിയിൽ കുഴിച്ചിട്ടിട്ട് ഖുർആൻ പറഞ്ഞതിന് വിരുദ്ധതയുമാകും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന അനുഗ്രഹത്തെ കുറിച്ച് പരലോകത്ത് നമ്മൾ കണക്ക് പറയണം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട്, പ്രത്യേകിച്ച് കാസർഗോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ കണ്ട ചില കാഴ്ചകളുടെ കൗതുകങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ആമീൻ പറ. ഞാൻ പറഞ്ഞതിൽ വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ വിഷമമുണ്ടോ? അള്ളാഹുടെ മുമ്പിൽ പറയേണ്ട സഹോദരങ്ങളെ, ഇത് ഞാൻ 15ാമത്തെ വയസ്സിൽ 7 മാസം കൊണ്ട് കാണാതെ എന്റെ ഹൃദയത്തിൽ പഠിച്ച ഖുർആനാണ്. അതിലൊരു ആയത്ത് ഇന്നത്തെ ലോകവുമായി ബന്ധമുണ്ടെങ്കിൽ അത് പറയലാണ് എന്റെ ധർമ്മ. നിങ്ങൾ സുഖിപ്പിച്ചിട്ട് വാള് പറയണേ എനിക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നിലപാടുണ്ട്. ആ നിലപാടുകൾ കൃത്യമായി ലോകത്തോട് പറയണം. അതിന് മറുഭാഗത്തുനിന്ന് വരുന്ന ആക്ഷേപങ്ങളോ അപ്പുറത്തുനിന്ന് വരുന്ന കൂരമ്പുകളോ പറയുന്ന കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികം. ആ വിമർശനങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് സമൂഹ മധ്യത്തിൽ നിൽക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാവും. വിമർശനങ്ങളുടെ മേൽ അസഹിഷ്ണുതയല്ല, അതിനെ സ്നേഹത്തോടെ നമ്മൾ മുന്നിടുക. അതാണ് ധൈര്യം, അതാണ് സ്ഥൈര്യം. അള്ളാഹുവിനെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകും. അതുകൊണ്ട് ആദ്യം വിമർശിക്കാൻ പ്രശ്നമില്ല, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളുന്നു. പക്ഷേ നാളെ അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോ വാക്കവി നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ റബ്ബിനോട് പറയേണ്ട അള്ളാഹുവെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അമിതമായ തൂണുകൾ ഭാര്യയായിട്ട് ആലോചിക്കും. ഇപ്പൊ മിക്കവാറും ഭർത്താവ് ഗൾഫിലും ഭാര്യ ഇവിടെയാണ്. അവരവരുടെ ഒരു താല്പര്യത്തിന് അപ്പുറത്തെ വീട്ടിൽ കണ്ടു, ഇപ്പുറത്തെ വീട്ടിൽ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു. നമ്മളതെല്ലാം കൂടെ വെക്കുമ്പോ അവസാനം വീട് വെക്കുമ്പോ നമ്മുടെ നടുവൊടിഞ്ഞിട്ടുണ്ടാവും. ഇതുകൊണ്ട് എന്താ ഉള്ളത്? ആവശ്യത്തിനുള്ളൊരു വീടായിക്കൊള്ളട്ടെ, എല്ലാ സൗകര്യങ്ങളും ഉള്ള നമ്മുടെ മക്കളുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ ആ കാര്യത്തിൽ നിങ്ങൾ ഖുർആനിനെ ഓർക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത് കുറെ തൂണുകളല്ല. ആ വീടിന്റെ ഉള്ളിലെ നമ്മുടെ വീട് എന്ന വിഷയത്തിൽ ആ വീടിന്റെ ഉള്ളിലെ
ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണേതാ? എന്നാൽ വെളിയിൽ ഇത്രയും തൂണ് വെച്ചെങ്കിൽ അകത്തെന്തെങ്കിലും തൂണുണ്ടോ? നല്ലൊരു തൂണ് അതൊട്ടില്ലതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വീടിനുണ്ടാകേണ്ട ഒരു തൂണ് നമുക്കില്ല. നമ്മുടെ വീട്ടിലുണ്ടാകേണ്ട ഏറ്റവും ബലവത്തായ തൂണേതാ എന്ന് പറയും. നമ്മൾ വെളിയിലൊക്കെ ഫില്ലറൊക്കെ കൊടുത്ത് 8 mm കമ്പി 10 mm കമ്പി അതൊക്കെ വെച്ച് നമ്മൾ താങ്ങി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ഉള്ളു ശരിയാവണം, വീടിന്റെ അകത്തളങ്ങൾ ശരിയാവണം. നമ്മുടെ വീടുകളിൽ നിന്ന് എല്ലാവിധ പേക്കൂത്തുകളുടെ അടയാളമായി മാറി. ഒരു വീടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന പെണ്ണിന് സുരക്ഷിതയില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം മാറിപ്പോയി. കേരളത്തിലെ 150 കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ അവള് വിരൽ ചൂണ്ടത് അവളുടെ അച്ഛന്റെ നേരെയാണ്. തനിക്കാര് ജന്മം നൽകിയോ അതേ പിതാവിനാൽ ഗർഭിണിയാക്കപ്പെടേണ്ട പെൺമക്കളുടെ നാടുകളിൽ വീടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങിയാൽ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടികളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീടിന്റെ ഉള്ളിൽ പോലും നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഇല്ലാതായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീടിന്റെ ഉള്ളിലാണ് യഥാർത്ഥ തൂണുണ്ടാവേണ്ടത്, വീടിന്റെ വെളിയിലല്ല. അള്ളാഹു നമ്മളെ മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ. ഞാൻ പറഞ്ഞ വീട് തൂണ് വേണ്ടെന്നല്ല, കറാമത്ത് കൊണ്ട് തന്നെ നിർത്താന്നല്ലേ പറയണത്. വീടിന് തൂണ് വേണം, എനിക്കുണ്ട് വീട്, അതിനുകൊണ്ട് തൂണ്. പക്ഷെ തൂണുകൾ ഒരു 50-60 തൂണൊന്നും വേണ്ട. ആവശ്യത്തിന്. പണ്ടത്തെ വീടിന് 4 തൂണേ ഉള്ളൂ, 4 മൂലയിൽ. ഇപ്പൊ ഒരല്പം കെറുവും ഒടിക്കലും കണ്ടംപറയും സെമി കണ്ടംപറയും ഒക്കെ വരുമ്പോ തൂണുകൾ സ്വാഭാവികം. പക്ഷേ അത് പരിധി കടക്കാൻ പാടില്ല. ഒന്ന്, വീടുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിഷയം ഞാൻ ഖുർആന്റെ വെളിച്ചത്തിൽ ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആന്റെ വെളിച്ചത്തിലാണ്. അള്ളാഹു നമുക്ക് ചിന്തകൾ മാറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. രണ്ടാമത്തേത്, തൂണ് വെളിയിലല്ല വേണ്ടത്, നമ്മുടെ വീടിന്റെ ഉള്ളിലാണ് തൂണ് വേണ്ടത്. നല്ല ബലമുള്ള ഒരു തൂണ്. ഏതാ നമ്മുടെ വീടിന്റെ ഉള്ളിലെ ബലമുള്ള തൂണ്? ഏതാ ഒന്ന് പറയും മനുഷ്യന്മാരെ. നിങ്ങൾ എന്താ ഇത് ബജറ്റ് അവതരിപ്പിച്ച നിയമസഭ മാതിരി? വീടിന്റെ ഉള്ളിലെ തൂണേനാ? ഉപ്പ, ഖുർആൻ. എന്ത് ക്വിസ് മത്സരം? അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ്. സമയം വളരെ കുറവാണ്, 10:15 തുടങ്ങി.